UDF അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭയിലേക്ക് ആരൊക്കെ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്ന്, യുവാക്കളെയൊക്കെ കാര്യമായി പരിഗണിക്കുന്നുണ്ട്. റോജി എം ജോണും പട്ടികയിലുണ്ട് എന്നതാണ് പറയുന്നത്. എന്താണ് പ്രതീക്ഷകൾ? KPCC ആസ്ഥാനത്തൊക്കെ പന്തലൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആളുകൾ അങ്ങനെ പലതും പറയാറുണ്ട്, മാധ്യമങ്ങളിൽ പലതും പല വാർത്തകളും ഞാൻ കാണാറുണ്ട്. ചില മാധ്യമങ്ങളൊക്കെ എന്നെ ഇടയ്ക്ക് KPCC പ്രസിഡന്റ് ആക്കിയിരുന്നു, ചിലർ മന്ത്രിമാരാക്കിയിട്ടുണ്ട്, ചില ആളുകൾ പലർക്കും വകുപ്പുകളൊക്കെ നിശ്ചയിച്ചു കൊടുത്തു. എനിക്ക് പറയാനുള്ളത്, അതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ നാളെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം കോൺഗ്രസ് പാർട്ടിക്കും UDFനും മന്ത്രിമാരെയും മറ്റ് മുഖ്യമന്ത്രിയെയും ഒക്കെ തീരുമാനിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനങ്ങളും രീതികളും ഒക്കെയുണ്ട്. അതൊക്കെ അനുസരിച്ച് കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാവും. ഞങ്ങളുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് കോൺഗ്രസിന്റെ UDFന്റെ ഒരു ഗവൺമെന്റ്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതിനകത്തുനിന്ന് നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതിനകത്തൊക്കെ വളരെ കൃത്യമായിട്ടാണ് ഞാനത് പറഞ്ഞത്. നമ്മളതിനകത്ത് ആരും മുഖ്യമന്ത്രിയാക്കണമെന്നോ അല്ലെങ്കിൽ മന്ത്രിയാക്കണമെന്നോ ഒന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എവിടെയും അത്തരത്തിലുള്ള അതൊക്കെ, കാരണം കോൺഗ്രസ് പാർട്ടിയിൽ എങ്ങനെയാണ് ഇത്തരം സ്ഥാനമാനങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുക എന്ന് ഏറ്റവും കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് ഞാൻ AICC സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ സംഘടനാ രീതികളെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൃത്യമായി ആലോചിച്ച് പാർട്ടി ഉചിതമായ തീരുമാനങ്ങളും നടപടികളും എടുക്കും. എന്തായാലും ഞാൻ പറഞ്ഞുവല്ലോ, ഞങ്ങളുടെയൊക്കെ ആ മുമ്പിലുള്ള ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കേരളത്തിൽ LDFൻ്റെ ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് UDFൻ്റെ കോൺഗ്രസിൻ്റെ ഒരു ഭരണം കേരളത്തിൽ തിരികെ വരിക എന്നുള്ളതാണ്. അതിനകത്ത് മറ്റ് സ്ഥാനമാനങ്ങൾക്കോ അല്ലെങ്കിൽ അതിനകത്ത് വ്യക്തികൾക്കോ ഒന്നും പ്രസക്തിയില്ല. അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. എന്തായാലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റമാണ്, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഭരണമാറ്റമാണ്. ആ ഭരണം തിരികെ കൊണ്ടുവരിക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി അത് കൃത്യമായി ആലോചിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും. ശരി, താങ്ക് യു റോജി എം ജോൺ. നാളെ നമുക്ക് വീണ്ടും ഈ സമയത്ത് കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാ ആശംസകളും. റോജി എം ജോൺ അങ്കമാലി MLA ആണ് ചേർന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന് ഏതായാലും ഒരു ഷുവർ സീറ്റ് എന്നൊക്കെയാണ് അങ്കമാലി ഉള്ളത്. കണ്ണൂരിൽ നിന്ന് അങ്കമാലിയിലെത്തി അങ്കമാലിക്കാരനായി മാറിയ റോജി എം ജോൺ പ്രിയങ്കരനാണ്.